പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം ആചരിക്കുന്ന ഈ മാസം തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും പ്രത്യേകമായി ആശംസിക്കുന്നു. ക്രൈസ്തവർ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി വണങ്ങുന്ന, അമ്മയെ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു മാസമാണ്. ഇത് സഭയുടെ ഒരു പാരമ്പര്യമാണ്. എന്തുകൊണ്ടാണ് മെയ് മാസത്തിൽ തന്നെ പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി നമ്മൾ വണങ്ങുന്നത്? ആഗോളതലത്തിൽ പ്രകൃതിയിൽ പുഷ്പങ്ങളും പുതുജീവിതവും നിറഞ്ഞ ഒരു കാലമായി കരുതപ്പെടുന്നു. അതുകൊണ്ടാണ് വിശുദ്ധിയും സൗന്ദര്യവും മാതൃത്വം നിറഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കായി ഈ മാസം സഭാപിതാക്കന്മാർ സമർപ്പിച്ചിരിക്കുന്നത്. ജസ്യൂട്ട് സഭ പരിശുദ്ധ അമ്മയെ വണങ്ങുവാൻ, അമ്മയുടെ ഈ മെയ് മാസ ഭക്തി പ്രചരിപ്പിക്കുവാൻ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട്. 1815 പിയൂസ് ഏഴാമൻ പാപ്പ വണക്കമാസ ഭക്തിക്ക് ദണ്ഡവിമോചനം നൽകിയിരുന്നു. അതുപോലെ തന്നെ 1859 പിയൂസ് 9 മാർപ്പാപ്പ വണക്കമാസ ഭക്തിയെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. 1965 പോൾ 6 പാപ്പ മെൻസെ മായോ എന്ന തന്റെ രേഖയിലൂടെ മെയ് മാസ വണക്കം വിശ്വാസികൾ കൂടുതൽ തീക്ഷ്ണതയോടെ പ്രചരിപ്പിക്കണമെന്ന് അദ്ദേഹം ശക്തമായി പ്രബോധിപ്പിച്ചു. എങ്ങനെയാണ് വിശ്വാസികൾ മെയ് മാസ വണക്കം ആചരിക്കുന്നത്? ജപമാല ചൊല്ലിക്കൊണ്ടും അമ്മയുടെ നന്മകളെ ധ്യാനിച്ചുകൊണ്ടും പ്രത്യേക പ്രാർത്ഥനകളും ഗാനങ്ങളും പുഷ്പാലങ്കാരങ്ങളും നടത്തിയും പരിശുദ്ധ അമ്മയെ പ്രത്യേകമായി നാം ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മാതൃക പിന്തുടർന്നുകൊണ്ട് അമ്മയെപ്പോലെ അനുസരണത്തിലും വിധേയത്വത്തിലും സ്നേഹത്തിലും കരുണയിലും അമ്മയുടെ മാതൃക നമുക്ക് അനുകരിക്കാം. അമ്മയുടെ മാതൃസ്നേഹം നമ്മെ ദൈവപിതാവിനോട് കൂടുതൽ അടുപ്പിക്കട്ടെ.